ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സമൂസാകൃതിയിലുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് എണ്ണയൊന്നും അധികമൊന്നും ഇല്ലാതെ നല്ലൊരു സ്നാക്സാണ്. നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. റെസിപ്പി ഉണ്ടാക്കാം. അങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് പകുതി ബട്ടറോളം മെൽറ്റ് എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ബോൺലെസ് ചിക്കൻ 400 ഗ്രാം ചെറുതായി കട്ട് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. അങ്ങനെ മൂടി വെച്ച് വെന്ത് വെള്ളമൊക്കെ വാർന്ന് വരുന്നുണ്ട്. അങ്ങനെ അത് കുറച്ച് വറ്റുന്ന സമയത്ത് നമുക്ക് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർക്കാം. 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1.5 ടീസ്പൂൺ കുരുമുളകുമാണ് ചേർക്കുന്നത്. അതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം 1 മുറി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ വെന്ത് പാകമായി വരുന്നുണ്ട്. വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചീസ് ചേർത്ത് കൊടുക്കാം. മോസറല്ല ചീസാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മയോണൈസും ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മസാലകൾ തയ്യാറാക്കാം. ഇനി ഇതിന് മാവ് തയ്യാറാക്കണം. ഇത് ദോശ ആക്കി അതിലേക്ക് ഫില്ലിങ് ഇട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതിലേക്ക് മല്ലിയിലയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കി വെക്കാം. ഇതിനുള്ള മാവ് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചില്ലി ഫ്ലേക്സാണ്. പിന്നെ മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1 കോഴിമുട്ട, പാല് ഇങ്ങനെ കലക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ ദോശമാവിൻ്റെ പരുവത്തിലാക്കിയിട്ടെടുക്കണം. അങ്ങനെ ഇതുപോലെ നല്ലയിൽ കലക്കിയെടുക്കാം. ഒട്ട പിടിക്കാതെ കലക്കിയെടുത്ത് അതിലേക്ക് മുട്ടയും പാലൊക്കെ ചേർത്ത് നല്ലൊരു ബാറ്ററാക്കിയിട്ട് എടുക്കണം. അങ്ങനെ ഇതൊക്കെ നല്ല കലക്കി നല്ല റെഡിയാകുന്നുണ്ട്. ഇത് നല്ല ദോശമാവിൻ്റെ പരുവത്തിലാക്കി ഈ പരുവത്തിലായി എടുക്കണം. അങ്ങനെ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നൊഴിച്ച് ഇതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശേനെ മറിച്ചിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് സമൂസ ആകൃതിയിൽ മടക്കിയെടുക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എണ്ണയൊക്കെ കുറച്ചായതുകൊണ്ടും മയോണൈസും ചീസെല്ലാം ചേർത്ത് ഉണ്ടാക്കിയ മസാല ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഇങ്ങനെ മടക്കി സമൂസൻ്റെ ആകൃതിയിൽ ആക്കിയിട്ടെടുക്കണം. ഇതുപോലെ ആക്കിയിട്ടെടുത്താൽ മതി. നമുക്ക് ഇതുപോലെ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഇതുപോലെ മൊരിച്ചെടുത്താൽ മതി. അങ്ങനെ എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്ത് റെഡിയാക്കിയിട്ടെടുക്കാം. അങ്ങനെ ഒരു ഭാഗം നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് മറ്റേ ഭാഗവും മൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സമൂസാകൃതിയിലുള്ള സ്നാക്സ് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എണ്ണയൊക്കെ കുറഞ്ഞതുകൊണ്ട് കഴിക്കാനും നല്ലതാണ് ഇഫ്താറിന്. അങ്ങനെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.